ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ഇടയായി. നമുക്ക് ഈ 20-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. 19-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത് നിർത്തി. ഇന്ന് പാസ്റ്റർ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പാസ്റ്റർ പോകുന്നതിന് പോകുന്നത് ദാറ്റ് വാസ് എ കൺഫർമേഷൻ ഫോർ മീ ദാറ്റ് ദിസ് മെസ്സേജ്. ഞാൻ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ടായി ഇരിക്കുമായിരുന്നു ദൈവസന്നിധി. കൺഫ്യൂസ്ഡ് അല്ല, ആക്ച്വലി ഐ വാസ് ജസ്റ്റ് ആസ്കിങ് ഗാഡ് ഡു യു റിയലി വാണ്ട് മീ ടു ടെൽ ദിസ് മെസ്സേജ് എന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഞാൻ ഒരു 50-50 മൈൻഡിൽ ഇങ്ങനെ ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഈ മെസ്സേജ് പറയണോ കർത്താവേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് ദൈവദാസനിലൂടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ദൈവശബ്ദം കേൾക്കുവാനും that was a confirmation for me that for this message. So I believe that God is going to speak to us this morning. നമുക്ക് 20-ാമത്തെ വാക്യം എബ്രായർക്ക് എഴുതിയ ലേഖനം ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 20. ഫെയ്ത്ത്, വിശ്വാസത്തെ പറ്റി നമ്മൾ പറയുന്നത്, ഫെയ്ത്ത് പ്രൊഫസൈസസ് മെസ്സേജസ് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ. ഭാവി തലമുറയെ പറ്റി, അല്ലെങ്കിൽ ഇസ്ഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. ഇസ്ഹാക്ക് തൻ്റെ മക്കളെ വിളിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു എന്നല്ല നമ്മളവിടെ വായിക്കുന്നത്, അനുഗ്രഹിച്ചു എന്നാണ് വായിക്കുന്നത്. പ്രാർത്ഥിച്ചു എന്നല്ല വായിക്കുന്നത്. ഇസ്ഹാക്ക് തൻ്റെ മക്കളെ വിളിച്ച് ഭാവികാലം സംബന്ധിച്ച് അവരെ അനുഗ്രഹിച്ചു. ഭാവിയിൽ എന്തായി തീരും, ആ കുഞ്ഞുങ്ങൾ ഭാവിയിൽ എന്തായി തീരും എന്ന് തനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷൻ വെച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ മുമ്പിൽ വിളിച്ചു നിർത്തി ഇസ്ഹാക്ക് അവരെ അനുഗ്രഹിക്കുക. പ്രവാചകന്മാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയെ തൊട്ട് ഒത്തിരി ദൂത് പറയും, പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരിക്കും. പക്ഷെ മാതാപിതാക്കളായ എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാപകലില്ലാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. Yes, it is true that the church will pray, the Sunday school teachers would pray, the pastors would pray, but അതിനേക്കാൾ എല്ലാം കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന പ്രാർത്ഥന മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അവരുടെ ഭാവികാലം സംബന്ധിച്ച് നമ്മൾക്കൊരു ദർശനം ഉണ്ടാകണം. ആ ദർശനം മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ മേൽ തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ വിളിച്ചിട്ട് ഫേബയും ഞാനും ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്ത് അവരുടെ തലയിൽ കൈവച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. We should do that. അത് ഞാൻ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കണ്ടുപഠിച്ചതാ. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് ആദ്യം പപ്പയുടെ അടുത്ത് ചെല്ലും, പപ്പ ഞങ്ങൾക്ക് വേണ്ടി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. Then I'll go to my mom, then mom will pray for me. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വഷളത്ത് നിറഞ്ഞ തലമുറയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. It is our duty to pray for our children. അനുഗ്രഹിക്കുന്നത് മാതാപിതാക്കൾ അനുഗ്രഹിക്കുമ്പോണ്ടല്ലോ അവർ ബ്ലസ് ചെയ്യുന്ന ഉള്ളത്തിൽ നിന്നായിരിക്കും. അതൊരു നെയിം സേക്കിന് വേണ്ടിയുള്ള അനുഗ്രഹമായിരിക്കത്തില്ല. അല്ലെങ്കിൽ അവർ ഓക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ എന്നാൽ പ്രാർത്ഥിച്ചേക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ബ്ലസ് ചെയ്യുന്നതല്ല. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വേറെ രീതിയിൽ എടുക്കരുത്. കുഞ്ഞുങ്ങളെ പറ്റി പ്രാർത്ഥിക്കേണ്ടത് അവരുടെ ഭാവി എല്ലാം ദൈവത്തിൽ അനുഗ്രഹമായി തീരണം. ദാറ്റ് ഇസ് ട്രൂ. മോനെ നീ PhD എടുത്തിട്ട് എലൺ മസ്കിൻ്റെ സ്പേസ് എക്സിൽ സീനിയർ വി പി ആയിട്ട് തീരണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. അത് പ്രാർത്ഥിച്ചോ. എലൺ മസ്കിൻ്റെ സ്പേസ് എക്സിൽ സീനിയർ VP വൈസ് പ്രസിഡൻറ്റോ ഇനി പ്രസിഡൻറ്റോ ആയി കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല, നല്ല കാര്യം. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായി യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നൊരു വാക്യമുണ്ട്. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ ഭാവിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അവരുടെ ആത്മീയത്തിൽ അവർ വർദ്ധിച്ചു വരണം. ഭൗതികം God will take care of that. You pray for the blessing. അവർ ഈ ലോകത്തിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ
നോക്കി, ഇസ്രായേൽ ദൈവം ഇസഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവം പേര് ഇസ്രായേൽ എന്ന് മാറ്റി അല്ലേ? യാക്കോബിൻ്റെ മോനയുടെ ഇതിൻ്റെ കീബോർഡ് സൗണ്ട് ഇച്ചിരി ഇതിനകത്ത് കുറയ്ക്കാമോ? ശരി, കുറയ്ക്കും. യാക്കോബിൻ്റെ പേര് ഇസ്രായേൽ എന്നുള്ള പേര് ദൈവം മാറ്റിയത് യാബോക്കിൻ്റെ കടവിൽ വെച്ചാ. പക്ഷെ അതിനേക്കാളും മുമ്പ് അപ്പൻ മോനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവനാമത്തിൽ പ്രതി അനുഗ്രഹിക്കാൻ നമുക്ക് കഴിയാം. ഇസ്ഹാക്കിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അബ്രഹാമിനെ പോലെ വലിയ ആളൊന്നും ആയിരുന്നില്ല. ഞാൻ അങ്ങനെ വേറൊരു രീതിയിൽ എടുക്കരുത്. അബ്രഹാമിനെ പോലെ അത്ര ബോൾഡായിട്ടുള്ള വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്തു വെച്ച ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല ഇസ്ഹാക്ക്. ഒരു പാവത്താണ്. അബ്രഹാമിൻ്റെ അടുത്തുപോലും വരത്തില്ല. ആകപ്പാടെ എന്തോ ചെയ്തേക്ക് നമുക്ക് വായിക്കുന്ന കുറേ കിണർ കുഴിക്കും, ആൾക്കാരെല്ലാം മൂടും, അവരോട് ആരോടും വഴക്കുണ്ടാക്കാൻ പോകത്തില്ല, മാറി അപ്പുറത്തത് കുഴിക്കും, ഇങ്ങനെ അവിടുന്ന് ഓടിപ്പോവും. അല്ലെങ്കിൽ ക്ഷാമം ഉണ്ടാകുമ്പോൾ ഓടിപ്പോകരുതെന്ന് പറഞ്ഞു. ദൈവം അവൻ ഓടിപ്പോയില്ല. ദൈവം പറഞ്ഞതനുസരിച്ചു. ദൈവം 100 മേനി വിളവെടുത്തു. ഇത്രയൊക്കെ ഇസ്ഹാക്കിനെ പറ്റി പറയുന്നുള്ളൂ. പക്ഷെ അവൻ ചെയ്തൊരു കാര്യമുണ്ട്. ഒത്തിരി വലിയ ആളൊന്നും ആയിരുന്നില്ല, പക്ഷെ അവൻ ചെയ്തൊരു കാര്യമുണ്ട്. തൻ്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ തലമുറകളെ ഓർത്ത് നമ്മൾ കരഞ്ഞില്ലെങ്കിൽ അവർ ഈ വഷളത്വം നിറഞ്ഞ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഇനി അതിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നോക്കേ, ഇസഹാക്ക് മക്കളെ അനുഗ്രഹിച്ചു. മോനാരാ? യാക്കോബ് വന്നപ്പോഴത്തേക്ക് he's following the same footstep of his father. അവൻ മക്കളെ മാത്രമല്ല അനുഗ്രഹിക്കുന്നത്, കൊച്ചുമക്കളെയും കൂടെ അനുഗ്രഹിച്ചു. യോസഫിന്റെ മക്കളുടെ പേരെന്തായിരുന്നു? എഫ്രൈമും മനശ്ശെ. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. യോസഫിന്റെ മക്കളുടെ പേര്. അപ്പൊ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ആരാ? സെക്കൻഡ് ജനറേഷൻ വന്നപ്പോഴത്തേക്ക് അപ്പൻ മക്കളെ അനുഗ്രഹിക്കുന്നത് കണ്ട് വളർന്ന മകൻ തൻ്റെ ജീവിതകാലം വന്നപ്പോൾ തൻ്റെ മക്കളെയും എൻ്റെ കൊച്ചുമക്കളെ വരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായി. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, children learn from what their parents do rather than from what they say. നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. എനിക്ക് ഉപദേശിക്കാൻ പറ്റും. ഞാൻ ഉപദേശിച്ചിട്ട് എൻ്റെ ജീവിതം അതനുസരിച്ചല്ലെങ്കിൽ I don't expect my children to grow up in that manner. ഞാൻ പ്രാർത്ഥിക്കാതെ, ഞാൻ വചനം വായിക്കാതെ, ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കാതെ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കണം, വചനം വായിക്കണം എന്ന് പറഞ്ഞാൽ that doesn't make any sense to him. ഒരു പക്ഷേ നിങ്ങൾ നിർബന്ധിക്കുന്നതുകൊണ്ട് അവൻ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ആ കുഞ്ഞ് ചെയ്യുമായിരിക്കും. പപ്പ പറഞ്ഞല്ലോ ഇനി അടി കൊള്ളുമല്ലോ എന്ന് പേടിച്ച് ചെയ്യുമായിരിക്കും. ബട്ട് ചിൽഡ്രൻ ഷുഡ് സീ. നമ്മുടെ ഭവനത്തിൽ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത് കണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ഭവന പ്രാർത്ഥനയിൽ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ മാതാപിതാക്കൾ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കേട്ട് വളരണമെന്നാണ് ഞാൻ പറയുന്നത്. കുടുംബ പ്രാർത്ഥനയ്ക്ക് നമുക്ക് സമയമില്ല, എല്ലാവരും ഷിഫ്റ്റും ഡ്യൂട്ടിയാ. ലെറ്റ് മീ ടെൽ യു ദിസ് വൺ തിങ്. വളരെ വേദനയോടെ പറയുന്നത്, ദൈവം ഏൽപ്പിച്ച ദൂത ഞാൻ പറയുന്നത്, എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയതയ്ക്ക് വേണ്ടി നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ there's no one else to do that. Hallelujah. Hallelujah. നമ്മൾ ബൈബിൾ വായിക്കാതെ കുഞ്ഞുങ്ങളുടെ അടുത്ത് ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലെ സംസാരം കേട്ടാ വളരുന്നത്. നമ്മൾ പറയും, ഞങ്ങൾ എന്തെങ്കിലും വണ്ടി പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ക്യാമറ ഓൺ എന്ന് പറയും, CCTV ഓൺ എന്ന് പറയും. അതിനർത്ഥം നമുക്കിപ്പോൾ സംസാരിക്കണ്ട, പിള്ളേരുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം. നമ്മളറിയാതെ നമ്മളെ വാച്ച് ചെയ്യുന്ന, നമ്മളറിയാതെ നമ്മുടെ സംസാരം ശ്രദ്ധിക്കുന്ന തലമുറകൾ നമ്മുടെ ഭവനത്തിൽ 24/7 ഉണ്ടെന്നുള്ള ഓർമ്മയോട് വേണം നമ്മൾ സംസാരിക്കാൻ. ഭവനത്തിലെ സംസാരങ്ങൾ കുഞ്ഞുങ്ങളെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യും.
ഞാനിപ്പോൾ ബിബിൻ പാസ്റ്റർ ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിലിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഒരുപക്ഷെ മറന്നു പോകുമായിരിക്കും. ഞാൻ ഒരുപക്ഷെ ബിബിൻ പാസ്റ്ററുമായിട്ട് ഞാനത് റിക്കൺസൈൽ ചെയ്യുമായിരിക്കും. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ പിന്നെ ആ ബിബിൻ പാസ്റ്ററെ നോക്കുന്നത് ആ ഒരു കണ്ടുകൊണ്ടായിരിക്കും. ഞാനും ബിബിൻ പാസ്റ്ററുമായിട്ട് റിക്കൺസൈൽ ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങളത് പറഞ്ഞു, അവിടെ കൊണ്ട് പോയി. പക്ഷെ ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ആ ഒരു ചിന്ത അവനെ ഇങ്ങനെ വേട്ടയാടിക്കും. എന്നാലും ബിബിൻ പാസ്റ്റർ അങ്ങനെയാണല്ലോ. ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാനത് ബിബിൻ പാസ്റ്റർ പേര് പറഞ്ഞത്. ആരുമായിട്ടും എനിക്ക് പ്രശ്നമില്ല കേട്ടോ. സോ ബി വെരി കെയർഫുൾ വെൻ യു സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്, ഫ്രണ്ട് ഓഫ് യുവർ ചിൽഡ്രൻ. നമ്മളെ വാച്ച് ചെയ്യുന്ന, നമ്മുടെ സംസാരം വാച്ച് ചെയ്യുന്ന, നമ്മുടെ ഡീഡ്സ് വാച്ച് ചെയ്യുന്ന, നമ്മുടെ ആക്ഷൻസ് വാച്ച് ചെയ്യുന്ന, ഞാനും നിങ്ങളും എന്തുവാ ചെയ്യുന്നതെന്ന് വാച്ച് ചെയ്യുന്ന ഒരു തലമുറയുടെ മധ്യേ നമ്മളായിരിക്കുമ്പോൾ we should be very careful in everything that we do. ഹല്ലേലൂയ. ഇനി മക്കളെ മാത്രമല്ല, പപ്പയും മമ്മിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവർ ചെയ്യുന്ന കാര്യമാണ്. കൊച്ചുമക്കളെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. Pray for them when they are at sleep at the night. ഞാൻ പലപ്പോഴും എൻ്റെ മമ്മിയുടെ കരച്ചിലിൻ്റെ ഞാൻ പലപ്പോഴും എൻ്റെ മെസ്സേജുകൾ പറയാറുണ്ട്. രാത്രിയിൽ 3-4 മണിക്കൊക്കെ മമ്മിയുടെ കരച്ചിൽ എൻ്റെ ദേഹത്ത് വീഴുന്നത് കണ്ട് ഞാൻ, അല്ലെങ്കിൽ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. കരയുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ, വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ തലമുറ തെറ്റിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. That is the assurance that I can give. I am a living example for that. പോത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഒരു പക്ഷേ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയാലും, എവിടെ ചെന്ന് നിന്നാലും കരയാൻ ഒരു മാതാവും പിതാവും ഉണ്ടെങ്കിൽ സമയമാകുമ്പോൾ ദൈവം തിരിച്ചു കൊണ്ടുവരും. ഹല്ലേലൂയ. ഇന്നില്ലാത്തതൊന്നാ. We don't have time to pray for our children. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാൻ നമുക്ക് സമയമില്ല. അവരാരും നഷ്ടപ്പെട്ടു പോകത്തില്ല. നിങ്ങൾ കരയാൻ തയ്യാറായി. ഇന്നത്തെ അവരുടെ അവസ്ഥയൊന്നും നിങ്ങൾ നോക്കണ്ട. ഇന്ന് അവർ ഒരുപക്ഷെ നിങ്ങളൊന്ന് പുറം തിരിഞ്ഞ് നിൽക്കുമായിരിക്കും. ഒരുപക്ഷെ അവർ തിരിഞ്ഞു നടക്കുന്ന സമയമായിരിക്കും. പേടിക്കണ്ട. കർത്താവിൻ്റെ സമയത്ത് ദൈവം എല്ലാം തിരിച്ചു കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവം അതെല്ലാം ചെയ്യും. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, അവരെ അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇപ്പം എതിർത്ത് പറയുന്നെന്ന് വിചാരിച്ച്, ഇപ്പം ഒരുപക്ഷെ അനുസരിക്കുന്നില്ല എന്ന് വിചാരിച്ച്, ഇറ്റ് ഈസ് നോട്ട് ടൈം. അവരെ എഴുതി തള്ളാനുള്ള സമയം ആയിട്ടില്ല. അങ്ങനെ എഴുതി തള്ളല്ലേ. ആരെയും മുൻവിധിയോടുകൂടെ ഒരു കുഞ്ഞിനെ എഴുതി തള്ളല്ലേ. God has time to bring them back into the presence of God. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, കണ്ണീരോടെ ദൈവസന്നിധിയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുവാനും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനും തയ്യാറായി കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു തലമുറ പോലും നഷ്ടപ്പെടാതെ എല്ലാത്തിനെയും ദൈവസന്നിധിയിൽ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ സേവിക്കുന്നത്. ഹല്ലേലൂയ. 1 ശമൂവേൽ 1:24. തലമുറകൾക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്ന മാതാപിതാക്കൾക്ക് ഉള്ളിടത്തോളം കാലം നശിച്ചു പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. ബാലനോ ചെറുപ്പമായിരുന്നു. എപ്പോഴാണ് അവനെ ആലയത്തിൽ കൊണ്ടുവന്നേ? ചെറുപ്പത്തിലെ കുഞ്ഞിനെ എവിടെ കൊണ്ടുവന്നേ? ആലയത്തിൽ കൊണ്ടുവന്നു. ബ്രിങ് യുവർ ചിൽഡ്രൻ ടു ചർച്ച് വെൻ ദേ ആർ യങ്. ഏറ്റവും കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റുമോ അപ്പോഴെല്ലാം കുഞ്ഞിനെ ദൈവസന്നിധി കൊണ്ടുവാ. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഒരു UK തന്നെ ഒരു ചേർച്ചിൽ ഒരു പാസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞത്, ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവർക്ക് 10 വർഷത്തിന് ശേഷം ദൈവം ദാനമായിട്ട് ദൈവസഭ ഒത്തിരി പ്രാർത്ഥിച്ചു, ദൈവജനങ്ങൾ പ്രാർത്ഥിച്ചു, പാസ്റ്റർമാർ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. ഇപ്പം കുഞ്ഞിനെ കൊണ്ടുവരുന്നതിന് മുമ്പ്, ഇപ്പം ചർച്ച വരുന്നതിന് മുമ്പ് പാസ്റ്ററെ വിളിച്ച് ചോദിക്കും, പാസ്റ്റർ ഇന്ന് അവിടെ ആർക്കെങ്കിലും പനിയുണ്ടോ, കോൾഡ് ഉണ്ടോ, ആരെങ്കിലും തുമ്മുന്നുണ്ടോ, ആർക്കെങ്കിലും. അങ്ങനെ എല്ലാം ശരിയാണെങ്കിൽ we are finding excuses to bring children to church.
കുഞ്ഞുങ്ങളെ ആരെങ്കിലും അടുത്തിരുന്നൊന്ന് തുമ്മിക്കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ ആരാധനയ്ക്ക് കൊണ്ടുവരണ്ട. ഹല്ലേലൂയ. മാറണം. ബാല്യത്തിലെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എപ്പോൾ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ ഒരു അവസരം കിട്ടുമോ, അത് ഏത് പ്രാർത്ഥനയ്ക്കായാലും, ഏത് ഉപവാസ പ്രാർത്ഥനയ്ക്കായാലും, കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയെന്നല്ല, വലിയവരുടെ പ്രാർത്ഥനയെന്നല്ല, ഏതെല്ലാം സമയങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയോട് അടുത്ത് കൊണ്ടുവരുവാൻ നമുക്ക് സമയം കിട്ടുമോ, യൂസ് ദാറ്റ് ടു ബ്രിങ് ദം ടു ദ ക്ലോസർ ടു ഗോഡ്. അവർക്ക് ഒരു പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ലായിരിക്കും. അവർ വീഡിയോയുടെ മുമ്പിൽ ഇരിക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ റീൽസ് കണ്ടിരിക്കുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ്. ദൈവവചനം മനസ്സിലാവുന്നില്ലെങ്കിലും അവരുടെ തലയുടെ മുകളിൽ കൂടെ പോയാലും അത് കേട്ടോണ്ടിരിക്കുമല്ലോ. Make them sit in the presence of God. Let our children understand the importance of church from us. നമ്മൾ ദൈവസഭയ്ക്കും ദൈവകാര്യങ്ങൾക്കും കൊടുക്കുന്ന വില കണ്ടിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവസഭയോടുള്ള വില കൊടുക്കുന്നത്. നമ്മൾ ദൈവദാസന്മാരോടും ദൈവസഭയോടും കാണിക്കുന്ന ബഹുമാനവും ആദരവും കണ്ടിട്ട് വേണം നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവദാസന്മാരോടും ദൈവസഭയോടും ആദരം കാണിക്കാൻ. If you and I cannot do that, don't expect your children to do that. എനിക്കൊരു ദൈവദാസനെ എൻ്റെ കൂട്ടു സഹോദരനെ ബഹുമാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ don't expect your children to do that. എനിക്ക് ദൈവസഭയിൽ അല്ലെങ്കിൽ ദൈവസഭയോട് സ്നേഹമില്ലെങ്കിൽ don't expect your children to have that love towards the church. പറയുന്നത് ഹാഷ, but this is what the church, the Holy Spirit would like to speak to the church. നോക്കിയേ, ഹന്ന പ്രാർത്ഥിച്ച് മേടിച്ച ശമൂവേലിനെ നിർത്തിയത് ആലയത്തിലാണ്. പക്ഷെ മാനുഷികമായി നോക്കുകയാണെങ്കിൽ ഒട്ടും പറ്റിയ സ്ഥലമാണോ ആ ആലയം? അല്ല. മാനുഷികമായി നോക്കുകയാണെങ്കിൽ ആ ആലയത്തിൽ കുഞ്ഞിനെ കൊണ്ട് നിർത്താൻ ഒരു അവൻ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അവൻ നേരെ ആവാൻ ഒരു സാഹചര്യവും ഇല്ല. മാനുഷികമായി ഒട്ടും ചേർന്ന സ്ഥലമല്ല. ആലയത്തെ അശുദ്ധമാക്കുന്ന ഏലി പുരോഹിതൻ്റെ മക്കളെല്ലാം അവിടെ ഉള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ അതിൻ്റെ മധ്യത്തിലും പ്രാർത്ഥിക്കുന്ന ഹന്നയുടെ മകൻ ആലയത്തിൽ വസിച്ചു എന്ന് എഴുതുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച ഹന്നയുടെ മകൻ ആലയത്തിലാണ് വസിച്ചേ. ശരിയാ, ചുറ്റും ഏലി പുരോഹിതൻ്റെ മക്കൾ ഒത്തിരി അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവൻ അവിടെ വസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അത് നമുക്ക് ഒന്ന് ശമൂവേൽ ഫസ്റ്റ് സാമുവേൽ 3 chapter 3 verse 1 വായിക്കണം, 22 വായിക്കണം, 3 chapter 3 verse 3, ഈ 3 വാക്യങ്ങൾ. നോക്കിയേ, യഹോവയുടെ വചനം ദുർലഭമായ സാഹചര്യത്തിൽ, യഹോവയുടെ വചനം വളരെ ദുർലഭമായ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ യഹോവയുടെ ദർശനമില്ലാതിരുന്ന സാഹചര്യത്തിൽ ഏലി പുരോഹിതൻ്റെ മകൻ അല്ലെങ്കിൽ ശമൂവേൽ ദൈവസന്നിധിയിൽ ഏലിയുടെ മുമ്പാകെ ആർക്കാ ശുശ്രൂഷ ചെയ്തത്? മനുഷ്യനല്ല ശുശ്രൂഷ ചെയ്തത്. ദൈവത്തെ വിളിക്കുന്ന അല്ലെങ്കിൽ കരയുന്ന മാതാവിൻ്റെ മകൻ മനുഷ്യർക്കല്ല ശുശ്രൂഷ ചെയ്യുന്നത്, അവൻ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യും. ഹല്ലേലൂയ. ഇനി 22 വാക്യം, 2 verse 22, chapter 2 verse 22. മതി. 3:3. നോക്കിക്കേ, പ്രവാചകനായ ഏലി പുരോഹിതന്റെ മക്കൾ കിടക്കുന്നത് മറ്റുള്ളവരുടെ, പക്ഷെങ്കിൽ പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ അമ്മയുടെ മകൻ കിടക്കുന്നത് ദൈവസന്നിധിയിലാണ്. ഞാൻ വളരെ ആത്മഭാരത്തോടെ പറയുന്നത്, എനിക്കും നിങ്ങൾക്കും ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി കരയേണ്ട സമയം വളരെ വളരെ അധികം അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. സാമുവൽ സ്ലീപ്പിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന ശമൂവേൽ. ഇനി ബാക്ക് ടു
Hebrews chapter 11 verse 22. ഞാൻ അത് അവിടെ കൊണ്ടുവന്ന് നിർത്തുക. മതി. ഇസഹാക്കും യാക്കോബും യോസഫും അനുഗ്രഹിച്ചതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. പക്ഷേ ഇവിടുന്ന് വായിച്ചത് മരണസമയമാണ്. മരണസമയത്ത് തനിക്ക് കൊച്ചുമക്കളെ ഓർപ്പിക്കാനുള്ളത് എന്തോന്നറിയാമോ? നമുക്കൊരു പുറപ്പാടുണ്ട്. അതല്ലേ വായിച്ച അവിടെ? വിശ്വാസത്താൽ യോസഫ് താൻ മരിക്കാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർപ്പിച്ചു. തൻ്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. മരണസമയത്തും യോസഫിന് കൊച്ചുമക്കളോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ, മോനെ, നമുക്ക് ഇവിടുന്ന് ഒരു പുറപ്പാടുണ്ട്. ഈ ലോകം നമ്മുടെയല്ല. ഹല്ലേലൂയ. നമ്മൾ എത്രത്തോളം നമ്മുടെ തലമുറകളോട് ഈ ഒരു ഇറ്റേണിറ്റിയെ പറ്റി എത്ര നേരം നമ്മുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നുണ്ട്? How much time do we spend with our children to talk about eternal life? രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച്, സ്നാനപ്പെടുന്നതിനെ കുറിച്ച്. We are so concerned about the GCC A-level exams, അവരുടെ ഫ്യൂച്ചർ, അവരുടെ പഠിത്തം, അവരുടെ ഗ്രേഡ്സ്. We are so much concerned about all these things. Are we concerned whether they will reach eternity or not? ഇതിനെപ്പറ്റി ഒന്നും വിചാരപ്പെടരുതെന്നല്ല ഞാൻ പറയുന്നത്. കുഞ്ഞുങ്ങളെപ്പറ്റി നിങ്ങൾ വിചാരപ്പെട്ടോ, അവരുടെ ഫ്യൂച്ചറിനെ പറ്റി പ്രാർത്ഥിച്ചോ, ദൈവസന്നിധിയിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ. പക്ഷേ അതിനെക്കുറിച്ച്, അതിനേക്കാളെല്ലാം ഉപരിയായി ഇവിടുന്ന് ഒരു പുറപ്പാടുണ്ടെന്നുള്ള കാര്യം കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. It is as parents, it is our responsibility to teach our children, to make them learn about the eternal life. അതൊരു സൺഡേ സ്കൂൾ ടീച്ചറിൻ്റെ ഉത്തരവാദിത്വമല്ല. It is not the responsibility of a Sunday school teacher or the pastor. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം, വചനം പറഞ്ഞു കൊടുക്കാം. പക്ഷേങ്കിൽ നിങ്ങൾ ഭവനത്തിൽ കുഞ്ഞുങ്ങളെ വിളിച്ച്, എല്ലാ കുഞ്ഞുങ്ങളെയും വിളിച്ച്, നിത്യതയുണ്ട് മക്കളെ, നമുക്കൊരു ദിവസം ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞ്, കർത്താവിൻ്റെ വരവ്, ഞാൻ ഇവിടുന്ന് പോവുക. യോസഫ് പറയുന്നതാ, മോനെ, ഞാൻ ഇവിടുന്ന് പോവുക, പക്ഷേ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ നിന്നെയും കാണണം. We will be leaving from this world. ഞാനും നിങ്ങളും എന്നും ഇങ്ങനെയൊന്നും ജീവിക്കത്തില്ല. ഇന്നോ നാളെയോ നമ്മൾ ഇവിടുന്ന് പോകും. പക്ഷെ നിത്യതയിൽ അപ്പുറത്ത് ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞിനെയും അവിടെ കാണണം എനിക്ക്. അതിന് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇന്നേ ഒരുക്കി വളർത്തിക്കൊണ്ടുവരണം. ഹല്ലേലൂയ. ഇപ്പോൾ ഇവർ മിസ്രൈമിലാണ്. യോസഫ് പ്രധാനമന്ത്രിയായിരുന്നു. അവരെല്ലാം താൻ മിസ്രൈമിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ നിനക്ക് എല്ലാം ഉണ്ട്. ഞാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയാ, എല്ലാ സുഖങ്ങളും ഉണ്ട്, എനിക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇവിടെ ദൈവം ആവശ്യത്തിനും അധികവും എല്ലാം തന്നിട്ടുണ്ട് മക്കളെ. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഇവിടുന്ന് ഒരു പുറപ്പാടുണ്ട്. It is our responsibility to make our children know about this. നമ്മുടെ അവസാന സ്ഥലം വേറെയാണ്. ഒരു നാൾ വിട്ടു നാം പോകും, യേശുവിൻ സന്നിധി ചേരും. വേദനയില്ലാത്ത നാട്ടിൽ സമാധാനത്തോടെ വാഴും. എന്തോരാനന്ദമേ, എന്തോരാനന്ദമേ. ഒരു നാൾ വിട്ടു നാം പോകും, യേശുവിൻ സന്നിധി ചേരും. വേദനയില്ലാത്ത നാട്ടിൽ സമാധാനത്തോടെ പാർക്കും. എന്തോരാനന്ദമേ, എന്തോരാനന്ദമേ. ഈ കാര്യം കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കണം. We are just pilgrim over here. നമ്മളിവിടെ അന്യരും പരദേശികളുമാണെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അസ്ഥി പോലും ഇവിടെ ഇട്ടേക്കരുത്. അതായത് എൻ്റെ ഒരു കാര്യം ഇവിടെ ഇട്ടേക്കരുത്. ഇവിടെ നമ്മൾ മരിക്കുന്നതിന് മുമ്പേ കല്ലറയും കെട്ടി വെച്ചേക്കുക. അപ്പോഴാ യോസഫ് പറയുന്നത്, എൻ്റെ ഒരു ഓർമ്മയുണ്ടെന്നുള്ള കാര്യം പോലും ഇവിടെ വെച്ചാൽ എല്ലാ സാധനവും എടുത്തുകൊണ്ട് പോയിക്കോളോ. എൻ്റെ ദേശം ഇവിടെ അല്ല. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി ഓടുകയും സ്വരുക്കൂട്ടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം ആലോചിക്കണം,
ഇന്നലെ നാളെ ഞാനും നിങ്ങളും ഇവിടം വിട്ട് പോകേണ്ടവരാ. നമ്മൾ മക്കൾക്കെല്ലാം കൊടുക്കുന്നുണ്ട്, പണം, വീട്, പഠിത്തം എല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവരെ ഇങ്ങനെ എല്ലാം കൊടുത്ത് അവരെ അനുഗ്രഹിക്കുക. ആ അനുഗ്രഹങ്ങളൊക്കെ ലോകം കൊണ്ട് തീരുന്ന അനുഗ്രഹമാണ്. അത് മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നമ്മൾ കൊടുക്കുന്ന ബ്ലെസ്സിങ്സ് എല്ലാം, പക്ഷെ നിത്യമായ ഒരു അനുഗ്രഹത്തെ പറ്റി അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നത് പരിശുദ്ധാത്മാവിനെ വീണ്ടും വീണ്ടും ഹേമിക്കുന്നുകൊണ്ടാണ്. നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. നിത്യതയെ പറ്റി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഒത്തിരി വേദനയോടുകൂടെ ഞാൻ ഈ പ്രസംഗിക്കുകയും ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നത്. നിത്യതയ്ക്ക് അവകാശമാകാതെ ഒരു കുഞ്ഞു പോലും ദൈവസന്നിധിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയാകരുത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ? ലോകത്ത് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനാണോ? അതോ ദൈവം വിശ്വസന, ദൈവം അതൊക്കെ ചെയ്യും. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, ദൈവം അതെല്ലാം ചെയ്യും. ദൈവം ഒരു വാഗ്ദത്തം നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ഇനഫ് ടു ഡു ദാറ്റ്. ദൈവം അതൊക്കെ ചെയ്തോളൂ. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറയണം. ഞാൻ ഇന്ന് വീണ്ടും 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 പറയാം, കുഞ്ഞുങ്ങളുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി അവരുടെ നിത്യത നശിച്ചു പോകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർ ഈ ലോകത്തൊന്നും ആയില്ലെങ്കിലും നിത്യതയെ കാണണം. നിങ്ങൾ വിശ്വസ്തയോടെ കൂടെ ദൈവത്തെ സേവിച്ച ദൈവം അവരെ നിർത്തേണ്ടടുത്ത് നിർത്തും, ആക്കേണ്ട രീതിയിലാക്കും. പക്ഷെ അവർ നിത്യതയെ കാണും. ഹല്ലേലൂയ. നമുക്കിവിടുന്ന് ഒരു പുറപ്പാടുണ്ട് എന്നവരെ പഠിപ്പിക്കണം. We have to go from here. Faith prophesies promises for the future generation. Faith keep blessing our children. And by faith we should make the children understand that there is an eternity beyond this. Hallelujah. ഞാൻ അടുത്ത വാക്യത്തിലൂടെ ജസ്റ്റ് ഒന്ന് കേറിയിട്ട് 23-ാമത്തെ വാക്യം. By faith Moses' parents hid him for 3 months after he was born, because they saw he was no ordinary child, and they were not afraid of king's edict. രാജാവിൻ്റെ ആണ് കൽപ്പന, ഒരു ആൺകുഞ്ഞിനെയും ജീവനോടെ വെക്കരുത്. പക്ഷേ ഈ അപ്പനും അമ്മയും രാജാവിൻ്റെ കൽപ്പനയെ ഭയപ്പെട്ടില്ല, കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു. പക്ഷെ പിന്നെ അതിനുശേഷം അവർക്ക് ഒളിപ്പിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഹിസ്റ്ററിയൊക്കെ നമുക്കറിയാം, പെട്ടകം ഉണ്ടാക്കി അതിനകത്ത് കുഞ്ഞിനെ കിടത്തി നദിയിൽ കൊണ്ടുവച്ചു. ആ ഒളിപ്പിച്ചു വെച്ചതും വിശ്വാസത്താലായിരുന്നു. അങ്ങനെയല്ല വായിച്ചത്? വിശ്വാസത്താൽ മോശയുടെ ജനത്തിങ്കിൽ ശിശുസുന്ദരൻ എന്ന് കണ്ടു, അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ 3 മാസം അവനെ ഒളിപ്പിച്ചു. ചില റിസ്ക് എടുക്കാൻ തയ്യാറാവണം. കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ നോക്കി അവർ എടുത്ത റിസ്ക് എന്തോ വലുതാ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിലത്, അതായത് കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ നിർത്താൻ വേണ്ടി ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കാൻ തയ്യാറാകണം മാതാപിതാക്കൾ. അതൊരു പക്ഷേ ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് ആയിരിക്കാം. ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്കറിയാം പലർക്കും എന്നോട് ദേഷ്യമാണ്. പക്ഷെ ഐ ഡോണ്ട് മൈൻഡ് ദാറ്റ്. ദൈവം തന്ന വചനം ഞാൻ ആരോടായാലും ദൈവം വ്യക്തമായി വിളിച്ചു പറയും. ഒരു എക്സ്ട്രാ ഷിഫ്റ്റ്, ഒരു ഓവർ ടൈം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേണ്ടാന്ന് അങ്ങ് വെക്കണം. എന്നിട്ട് അവരെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോവാ. നോർമൽ ഷിഫ്റ്റിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഡോണ്ട് ടേക്ക് ഇൻ ദാറ്റ് സെൻസ്. നോർമൽ ഷിഫ്റ്റ്സ് എനിക്കറിയാം, ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് സൺഡേസ് ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരും. അതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒരു ഓവർ ടൈം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒരു പ്രാർത്ഥനയ്ക്ക് കുഞ്ഞുങ്ങളെ വിടാതിരിക്കരുത്. ചില കാര്യങ്ങൾ നമ്മളങ്ങ് വിട്ടുകൊടുക്കുക. ചില റിസ്കുകളൊക്കെ എടുക്കാൻ തയ്യാറാവും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ആ കോൺസിക്വൻസിനെ നിങ്ങളിപ്പോൾ കുറച്ച് ഉറക്കം നിന്നിട്ടായാലും പ്രാർത്ഥനയ്ക്ക് വന്നു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരത് കണ്ടാ വളരുന്നത്. Let them understand, let them see your life. അവർക്ക് വേണ്ടി ഇച്ചിരി റിസ്ക്കും ഇച്ചിരി സമയമൊക്കെ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറാവും ദൈവസന്നിധിയിൽ. ഭയപ്പെടാതെ. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുക. ഞാൻ ഇനിയും പോയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാം എന്നെ ചില കാര്യങ്ങളെ ദൈവസന്നിധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിത്യതയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. ചിലതിനെ ഭയപ്പെടാതെ, ചില കോൺസിക്വൻസിനെ നോക്കാതെ, ഭയപ്പെടാതെ റിസ്ക് എടുത്ത് കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതും വിശ്വാസത്തിൻ്റെ ഭാഗമാണ്.
ഇവിടുത്തെ റൂൾ ഞാൻ അതോടെ പറഞ്ഞു നിർത്താം. ഇവിടുത്തെ റൂൾ പറയും കുഞ്ഞുങ്ങളെ അടിക്കരുത്, ശിക്ഷിക്കരുത്. വചനം പറയുന്നത് വടിയെ സ്നേഹിക്കുന്നവൻ തൻ്റെ, എനിക്ക് ലൈവിലൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. മക്കളെ വളർത്തേണ്ടുന്ന വഴിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ഇറ്റ് ഈസ് our responsibility. We should bring up our children according to the kingdom culture. It is our responsibility to do that. ഒത്തിരി പേരൊന്നും ഇത് പറയത്തില്ല, but it is my responsibility. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കേട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്ക് വേണ്ടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുവാൻ, അവരുടെ ഫ്യൂച്ചറിനെ ഓർത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുവാൻ, അവരുടെ നിത്യതയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാൻ, അവരുടെ നിത്യതയ്ക്ക് വേണ്ടി അവരെ ഒരുക്കുവാൻ ഞങ്ങളെ ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് നിത്യതയുടെ സന്ദേശം അവരുടെ ഉള്ളിങ്ങളിൽ എത്തിക്കുവാൻ, നിത്യതാബോധത്തോടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ മാതാപിതാക്കളായി ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചില റിസ്കുകൾ എടുക്കുവാൻ, ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുവാൻ, Lord, help us to do that. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആരും മുൻവിധിയോട് കാണാതെ ദൈവസന്നിധിയിൽ അവരെ കാണും എന്നുള്ള പ്രത്യാശയോടെ അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണമേ. ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു വിവരം കൂടെ അറിയുവാനിടയായി. നമ്മുടെ ജിജി ബ്രദറിൻ്റെ മമ്മി